ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റിലെ ആദ്യത്തെ ഐറ്റം ഇതുപോലുള്ളൊരു ക്യൂട്ടായിട്ടുള്ളൊരു സ്കെയിലാണ് കേട്ടോ. അപ്പോൾ ഈ സ്കെയിലിന് വേണ്ടിയിട്ട് ഇതുപോലൊരു സൈസൊക്കെ വരുന്ന ഒരു പേപ്പർ വെട്ടിയെടുക്കുക. പിന്നെ ആ പേപ്പറിനെ കവർ ചെയ്യുന്ന രീതിയിൽ നമുക്കൊരു ചാർട്ട് പേപ്പർ കൂടെ എടുക്കുക. ഒരു തിക്നെസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചാർട്ട് പേപ്പർ എടുക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചാർട്ട് പേപ്പർ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മടക്കി ആ ഒരു പേപ്പറിനെ ഒന്ന് കവർ ചെയ്തെടുക്കുക. കവർ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് വേറൊരു കളറിലുള്ള ചാർട്ട് പേപ്പർ എടുക്കുക കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് മടക്കി നമ്മുടെ സ്കെയിലിലെ പോലെ നമ്പേഴ്സൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ ഇത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇങ്ങനെ ഒരു ഷേപ്പിലാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കിതിവിടെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ അതങ്ങനെ സ്റ്റിക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഈ ഒരു പോർഷനിൽ നമുക്ക് എന്ത് വേണമെങ്കിലും എഴുതി കൊടുക്കാം കേട്ടോ. ബ്യൂട്ടിഫുൾന്നോ എൻജോയ്ന്നോ ക്യൂട്ടീന്നോ എന്ത് വേണമെങ്കിലും എഴുതി കൊടുക്കാം. ഞാനിപ്പോൾ ഇന്നിവിടെ ക്യൂട്ടീന്നാണ് കേട്ടോ എഴുതി കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള കളറിൽ ഇഷ്ടമുള്ള സ്കെച്ച് യൂസ് ചെയ്ത് ഇഷ്ടമുള്ള ഡിസൈൻ നിങ്ങൾക്ക് ഇതിന് കൊടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ എഴുതിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിലൊക്കെ കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു സ്റ്റിക്കർ നമുക്ക് ഇവിടേക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് ഹോം മെയ്ഡായിട്ട് ചെയ്തെടുത്തിട്ടുള്ള സ്റ്റിക്കറാണ്, കവായ് സ്റ്റിക്കറാണ്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മുടെ സ്കെയിലിൻ്റെ ഫൈനൽ ലുക്ക് ഇത് ഇങ്ങനെയാണ്. അപ്പോൾ എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? സ്കൂൾ ക്രാഫ്റ്റിലെ രണ്ടാമത്തെ ഐറ്റം ഈ ഒരു നോട്ട് പാഡാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നോട്ട് പാഡ് നമുക്ക് സാധാരണ വൈറ്റ് പേപ്പർ വെച്ചിട്ട് ചെയ്യാമേ. സാധാരണ പേപ്പർ എടുത്താലും മതിയാവും. ഞാനിപ്പോൾ ഈ ഒരു സ്പൈറലിൽ ചെയ്തേക്കുന്ന ഈ ഒരു ബുക്കിൽ നിന്ന് എടുത്തുകൊണ്ടാണ് മുകളിൽ ആ ഒരു ഷേപ്പ് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ ഇഷ്ടമുള്ള രീതിയിലൊക്കെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പേപ്പറുകളെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് ഒന്നായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കണേ. അത് മാത്രമാണ് കേട്ടോ നമുക്കിതിനകത്ത് ചെയ്യാനായിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ നമ്മുടെ നോട്ട് പാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എളുപ്പത്തിൽ വായിച്ചെടുക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഹിൻ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു നോട്ട് പാഡിൽ ഒന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ആയിട്ട് നമുക്ക് ഓർത്തിരിക്കാം. നമുക്ക് പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇത് കൊണ്ട് നടക്കുകയും ചെയ്യാം. അങ്ങനെ നമ്മുടെ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് പേപ്പർ വെച്ചിട്ടോ ചാർട്ട് വെച്ചിട്ടോ ഇനിയിപ്പോൾ കളർ പേപ്പർ വെച്ചിട്ടോ എന്ത് വെച്ച് വേണമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റിലെ നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് നമുക്ക് ഹോം മെയ്ഡായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നെയിം സ്ലിപ്സ് ആണ് കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ സാധാരണ വൈറ്റ് പേപ്പർ ഇങ്ങനെയൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിലൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ബോർഡറായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ അതിനകത്തേക്ക് നെയിമും അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്, സബ്ജക്റ്റ്, സ്കൂൾ ഇതൊക്കെ കൊടുക്കാം. സ്റ്റിക്കർ ഒട്ടിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള രീതിയിലൊരു നമ്മളൊരു പടം വരച്ചിട്ട് അതിന് കളർ കൊടുക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അങ്ങനെ സാധാരണ ഒരു നെയിം സ്ലിപ്പ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ഡിസൈനൂടെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ആ ഒരു ഡിസൈനിലെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇഷ്ടമുള്ളൊരു പടം വരയ്ക്കുക, അതുപോലെ തന്നെ ഡിസൈൻ കൊടുക്കുക. അപ്പോൾ ഞാനിന്നിവിടെ ഈ ഒരു മോഡലിലെ ഡിസൈനാണ് കേട്ടോ കൊടുക്കുന്നത്. പിന്നെ ഒരു കൂടിൻ്റെ ഷേപ്പിൽ പടവും കൂടെ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള ഡിസൈൻ ഇഷ്ടമുള്ള പടമൊക്കെ കൊടുത്ത് ഇഷ്ടമുള്ള കളറൊക്കെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല കിടിലനായിട്ടുള്ള നെയിം സ്ലിപ്പ് കൂടെ റെഡിയാക്കി എടുക്കാം. ഈ ഒരു നെയിം സ്ലിപ്പ് ഇങ്ങനെ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ ഇത് നമുക്ക് എങ്ങനെ ഒട്ടിക്കും എന്നൊരു സംശയം നിങ്ങൾക്കുള്ളിലേക്ക് വരും. നമുക്ക് സാധാരണ ഒരു സെല്ലോ ടൈപ്പ് എടുക്കുക. എൻ്റെ കയ്യിൽ ഇപ്പോൾ ആ ഒരു ടൈപ്പിൽ ആ ഒരു സൈസിലുള്ള സെല്ലോ ടൈപ്പ് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ആ ഒരു സെല്ലോ ടൈപ്പ് എടുക്കുക. ഇത് മുകളിലേക്ക് വരുന്ന രീതിയിൽ നമുക്ക് ആ സെല്ലോ ടൈപ്പ് ഒന്ന് ഒട്ടിച്ചെടുത്തിട്ട് പിന്നെ അതിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് കട്ടിയുള്ള ഏത് പേപ്പർ വേണമെങ്കിലും ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒട്ടിച്ചു കൊടുക്കുന്ന പേപ്പർ എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ നെയിം സ്ലിപ്പിൻ്റെ ബാക്കിൽ വരുന്ന ആ ഒരു പേപ്പർ ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. എൻ്റെ കയ്യിൽ വളരെ കുഞ്ഞായിട്ടുള്ള ഒരു സെല്ലോ ടൈപ്പാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ചെറിയ സൈസിലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് കേട്ടോ ഞാൻ വലുതായിട്ട് കാണിച്ചു തരാത്തത്. നമ്മുടെ നെയിം സ്ലിപ്പ് റെഡി ആയിട്ടുണ്ട്. ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റിലെ നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഒരു ബുക്ക് മാർക്കറാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബുക്ക് മാർക്കാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു പേപ്പർ എടുക്കുക, ഒരു ചാർട്ട് പേപ്പറാണ് കേട്ടോ എടുക്കുന്നത്. ഇനിയിപ്പോൾ കളർ പേപ്പർ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ചാർട്ട് പേപ്പർ ആണെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് തിക്കായിട്ട് നിൽക്കുക. അപ്പോൾ ഒരു പേപ്പർ എടുക്കുക, അതിങ്ങനെ കോണോട് കോൺ മടക്കുക. പിന്നെ അതിനെ നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ നമ്മൾ ആ മുകളിലേക്ക് ഒന്ന് മടക്കി ഒന്ന് കോണോട് കോണൊന്ന് മടക്കി വെക്കുക. പിന്നെ അത് നൂത്തെടുക്കുക. അതുപോലെ തന്നെ ആ ഒരു മുകൾ ഭാഗം താഴേക്ക് വെക്കുക. പിന്നെ അത് ഉള്ളിലേക്ക് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ബുക്ക് മാർക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ബുക്ക് മാർക്കിൽ കൊടുക്കാനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ മുകളിലായിട്ട് നമുക്ക് ആ ഒരു ചെവി പോലെ കൊടുക്കാനായിട്ട് ഇങ്ങനെയൊക്കെ ഷേപ്പിൽ വേണമെങ്കിൽ കട്ട് ചെയ്ത് എടുത്തിട്ട് അതൊന്ന് സ്റ്റിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല കിടിലനായിട്ടുള്ള ബുക്ക് മാർക്ക് റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിക്കർ വെക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള പടം വരയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് നല്ല കിടിലനായിട്ടുള്ള ബുക്ക് മാർക്ക് റെഡിയാക്കിയിട്ട് ഇപ്പോൾ അതിന് ബുക്കിനകത്തേക്ക് വെക്കുന്നതുകൂടെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്തിട്ടുള്ള വീഡിയോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫോട്ടോസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാ പേജിൽ അയച്ചു തന്നാൽ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ അതുകൂടെ ഇൻക്ലൂഡ് ചെയ്ത് കാണിക്കുന്നതാണ് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.